ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അതായത് നമ്മളിത് നെക്കിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന രീതിയിലൊരു ഡിസൈനാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നേരെ ഇതുപോലെ താഴേക്ക് സെൻറ്ററിൽ നിന്ന്, അതായത് നെക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് നേരെ താഴേക്ക് സെൻറ്ററിൽ കൂടെ ഒരു ലൈനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ലൈൻസ് ഒരു കൃത്യ അളവിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരേ അളവിൽ ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ 15 സെൻറ്റിമീറ്ററിലാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഞ്ചസിലാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനുശേഷം ഇത് ഇടയ്ക്കൊന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ ആ ഒരു തമ്പനയിൽ പിക്ചർ കണ്ടല്ലോ, ആ രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഈ ഒരു, അതായത് ഈ വേവ് പോലെ വരുന്ന ഈ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുപ്പിയുടെ അടപ്പോ, അല്ലെ കുപ്പിയുടെ അടപ്പില്ല കേട്ടോ, കുറച്ചൊരു വലിയ പാത്രത്തിൻ്റെ അടപ്പോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എക്സാക്റ്റ് ആ ഒരു ഷേപ്പും കിട്ടും, അതുപോലെ നല്ല വലുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ തന്നെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഞാനിതിപ്പോൾ ഈ ലൈൻ മാർക്ക് ചെയ്തേക്കുന്നത് 15 സെൻറ്റിമീറ്റർ എടുത്തിട്ട് 5, 5 ആ ഒരു ഗ്യാപ്പിലാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വേവ് കുറച്ച് വലുപ്പത്തിൽ തന്നെ മാർക്ക് ചെയ്യണം. കാരണം നമ്മൾ ഈ വേവിലാണ് നമ്മുടെ ഫ്ലവേഴ്സ് വരുന്നത്. അവിടെ നമ്മൾ ത്രെഡ് വർക്കാണ് ചെയ്യുന്നത്. ഇതൊരു ബീഡ്സ് ആൻഡ് ത്രെഡ് വർക്കാണ്, രണ്ടും കൂടി വരുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു റൗണ്ടും ഒരേ ഷേപ്പിലുള്ള എന്തെങ്കിലും വരുന്ന രീതിയിൽ, അതായത് നമുക്ക് സ്റ്റെൻസിലൊക്കെ വെച്ചിട്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഒരേ ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾ ആ ഫ്ലവർ ചെയ്യുമ്പോൾ എല്ലാ ഫ്ലവറും ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ. അതിനുശേഷം നമ്മളിതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളവിടെ ഒരു സെൻറ്ററിൽ ബീഡ് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ പുറത്തേക്ക് ത്രെഡ് വർക്ക് ചെയ്യണത്. അതുകൊണ്ട് ത്രെഡ് കൊണ്ട് ഫ്ലവർ ചെയ്യാനായിട്ട് പോണേ. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു ഗ്യാപ്പില്ലേ, അതായത് ആ വേവിൻ്റെ ഉള്ളിലും ആ ലൈൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ഒരു ഗ്യാപ്പ്, അവിടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ ഷുഗർ ബീഡ്സോ യൂസ് ചെയ്യാവുന്നതാണ്. 2 ബീഡ്സ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത്. അപ്പം നല്ല ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഗ്ലാസ് ബീഡാണ് ഞാൻ എടുത്തേക്കണേ. പിന്നെ 2 കളറിലുള്ള ആങ്കർ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു പിങ്ക് ഷെയ്ഡും റെഡ് ഷെയ്ഡുമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ത്രെഡിന് വേണ്ടിയിട്ടുള്ള നീഡിൽ നമ്പർ 6ഉം ബീഡിന് വേണ്ടിയിട്ടുള്ള നീഡിൽ നമ്പർ 12ഉം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഫില്ല് ചെയ്ത് എടുക്കാൻ പോകുന്നത് നമ്മൾ വരച്ചേക്കുന്ന ആ ഒരു ലൈനില്ലേ, ആ ഒരു മാർക്കിംഗ് ആണ് നമ്മൾ ആദ്യമേ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കട്ട് ബീഡ്സ് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ബാക്ക് സ്റ്റിച്ചിലാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ് കൊണ്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കണമെന്നില്ല. കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് ഇതിനിടയിൽ വന്നാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഷുഗർ ബീഡാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒന്നിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്യും അല്ലേ. അപ്പോൾ 2-3 ബീഡ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഗ്യാപ്പ് ഇല്ലാണ്ട് അങ്ങ് വരും. അപ്പോൾ അങ്ങനെ വേണമെന്നില്ല, കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് വന്നാലും കുഴപ്പമില്ല, ഈ ഒരു ലൈൻസ് മാത്രം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തോട്ട് തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു വേവ് പോകുന്ന ആ ഒരു ജോയിൻ്റ് ഇല്ലേ, അവിടെ നമ്മൾ ബീഡ് വെക്കുന്നില്ല. കാരണം അവിടെ നമുക്ക് ഫ്ലവർ വരുന്നതാണ്. അപ്പോൾ അവിടെ വരെ, അതിൻ്റെ മേൾ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം കേട്ടോ. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ഫ്ലവർ ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഫ്ലവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു കട്ട് ബീഡ്സ് തന്നെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. എളുപ്പത്തിന് അങ്ങനെ ചെയ്തതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ റൗണ്ട് ബീഡ് വെക്കുക കേട്ടോ. വൈറ്റ് കളറോ ഗോൾഡൻ കളറോ വെക്കാവുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മളിവിടെ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ചിലുള്ള ഫ്ലവറാണ് കേട്ടോ. അതായത് നമ്മൾ ആ ഒരു ബീഡ് വെച്ച് കൊടുത്തില്ല, അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ കുത്തിയെടുത്തതിന് ശേഷം കുത്തിയെടുത്തെടുത്ത് തന്നെ താഴ്ത്തി കൊടുക്കുക. അതിന് ശേഷം ആ ഒരു ഔട്ടർ ലെയറിൽ നമ്മൾ വീണ്ടും സൂചി പൊക്കിയെടുത്തിട്ട് ഈ ഒരു ത്രെഡിനുള്ളിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടൈറ്റായിട്ട് വലിച്ച് നിർത്തരുത്. കാരണം നമുക്ക് ആ ഒരു പെറ്റൽ ഏകദേശം ഇങ്ങനെ ഒരു ഗ്യാപ്പിൽ വരുന്ന ആ ഒരു ഷേപ്പിൽ കിട്ടണം. അതായത് നമ്മൾ ആ ഒരു കൊടുത്തിരുന്ന ത്രെഡിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് വരണം, എങ്കിലേ ആ ഒരു ഫ്ലവറിന് നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസാക്കി വേണം അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് പൊക്കി കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് പൊങ്ങി നിൽക്കുകയും ചെയ്യും, നല്ല ഭംഗിയായിട്ട് ഈ ഒരു ഫ്ലവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ലൂസാക്കി കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. വലിച്ച് വിടരുത്, വലിച്ച് വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ നല്ല ലൂസായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ത്രെഡേൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ലൂസായിട്ട് നിൽക്കും. അതായത് ആ ഒരു പെറ്റലിങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്കത് കിട്ടുകയും ചെയ്യും. നല്ല ഒരു ഫ്ലവർ നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. ഡേസി സ്റ്റിച്ചിലെ ഫ്ലവേഴ്സ് നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെയാണ് നമ്മൾ കുത്തിയെടുത്തെടുത്ത് തന്നെ താഴ്ത്തി കൊടുക്കാം. അതിനുശേഷം ആ ഔട്ടർ ലെയറിലൂടെ നമ്മൾ സൂചി കുത്തിയെടുത്ത് ഈ ത്രെഡിനുള്ളിലൂടെ കടത്തിയിട്ട് ഇതുപോലെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ, ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കാണുമ്പം.
അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ റഫായിട്ടൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം ഫെയർ ആയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഹെവിനെസ് ഉള്ള ഒരു ഫ്ലവറും പാറ്റേൺ അല്ല ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഔട്ടർ ലെയർ കൊടുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ എല്ലാ പെറ്റൽസും ഒരേപോലെ ഇരിക്കും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ആ ഫ്ലവർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഫ്ലവർ വരുന്നത്. ഇതേപോലെ എല്ലാ ഫ്ലവറും ചെയ്തെടുത്താൽ മതിയാവും. ഒന്നിടവിട്ടിട്ടാണ് നമ്മൾ കളർ ചേഞ്ചസ് കൊടുക്കണേ. അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു വേവ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 പെറ്റൽസാണ് എനിക്ക് ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി വലുതായിട്ട് ചെയ്യുമ്പോൾ 4 കൂടുതലൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് വന്നേക്കുന്ന ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബീഡ്സ് വെച്ച് അങ്ങ് ഫില്ല് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ആ ഒരു വേവ് വരച്ചിരുന്നത് ചെറുതാക്കിയായിരുന്നു. അപ്പോൾ അത് കുറച്ച് പൊക്കിയിട്ട് കുറച്ച് വലുതാക്കി വരയ്ക്കുകയാണെങ്കിൽ ആ ഫ്ലവറും കൂടെ വന്നു കഴിയുമ്പം അതിനിടയ്ക്ക് വരുന്ന ഗ്യാപ്പ് കുറച്ചുകൂടി ഉണ്ടാവും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബീഡ്സ് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും അതിനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് അതായത് കറക്റ്റായിട്ട് ആ ഒരു എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്ത് തന്നെ ഇത് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, കുറച്ച് ഹൈറ്റിൽ. അപ്പോൾ നമുക്ക് വരയ്ക്കുമ്പോൾ ഭയങ്കര ഗ്യാപ്പുള്ള പോലെ തോന്നും, പക്ഷേ നമ്മൾ ആ ഫ്ലവേഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ആ ഒരു ഗ്യാപ്പ് കുറയും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. നേരെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യുന്നവർ ഫോട്ടോസ് അയച്ചു തരികയും കൂടെ ചെയ്യാം കേട്ടോ. പ്ലെയിൻ കുർത്തീസിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഇതേപോലെ ഇരിക്കും ഔട്ട്ലുക്ക്. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്ന പറ്റുന്ന അടിപൊളി ഡിസൈൻ അല്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നവർ, നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. താങ്ക്